എന്താ മോൾക്ക് വിഷമം? പരീക്ഷയില് മാർക്ക് കുറഞ്ഞോണ്ടാണോ? എന്താ കാര്യം? ഒന്നും പറയണ്ട ടീച്ചറെ. മാളൂന് പരീക്ഷയിൽ മാർക്ക് തീരെ കുറവാണ്. അതുകൊണ്ട് ഇത്തവണ ട്യൂഷന് അവളെ ടീച്ചറുടെ വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ചേർക്കണം എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ആഹാ, നല്ല കാര്യം. വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ഇത്തവണ 100% വിജയം. എല്ലാവർക്കും നല്ല മാർക്കും ഉണ്ട്. 100% വിജയത്തിന് വള്ളത്തോൾ സ്റ്റഡി സെന്റർ, പാഞ്ഞാൾ ആൻഡ് ചെറുതുരുത്തി. കേരള കലാമണ്ഡലത്തിൽ ആദ്യമായി തന്റെ ശിക്ഷണത്തിൽ ഭരതനാട്യം പഠിക്കാൻ ആൺകുട്ടി എത്തിയതിൽ വളരെ സന്തോഷമാണെന്ന് ഡോക്ടർ ആൽ.എൽ.വി. രാമകൃഷ്ണൻ. കേരള കലാമണ്ഡലത്തിൽ ആദ്യമായി തന്റെ ശിക്ഷണത്തിൽ ഭരതനാട്യം പഠിക്കാൻ ആൺകുട്ടി എത്തിയതിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് ഡോക്ടർ ആൽ.എൽ.വി. രാമകൃഷ്ണൻ. അതിന് നേതൃത്വം നൽകിയ കലാമണ്ഡലത്തിനോടും ഭരണസമിതി അംഗങ്ങളോടും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് അദ്ദേഹം. കലാമണ്ഡലത്തിൽ ഒരു ആൺകുട്ടി ഭരതനാട്യം പഠിക്കാൻ എത്തിയത് രാമകൃഷ്ണന് അഭിമാനിക്കാം. കാരണം 2 വർഷങ്ങൾക്ക് മുമ്പ് രാമകൃഷ്ണൻ മോഹിനിയാട്ടവും ഭരതനാട്യവും അവതരിപ്പിക്കുമ്പോൾ അഴകില്ല, കറുപ്പാണ്, അധ്യാപകനായി തുടരാൻ യോഗ്യതയില്ല എന്നീ കാരണങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ ചീത്ത വിളിച്ച് കരയിപ്പിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതെല്ലാം തരണം ചെയ്തുകൊണ്ട് അദ്ദേഹം കലാമണ്ഡലം വിദ്യാർത്ഥി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കൂത്തമ്പലത്തിൽ മോഹിനിയാട്ടം അവതരിപ്പിച്ചു. തനിക്ക് മോഹിനിയാട്ടവും അവതരിപ്പിക്കാൻ പറ്റുമെന്ന് ജനങ്ങൾക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കുകയും കയ്യടി നേടുകയും ചെയ്തിരുന്നു. അന്ന് അദ്ദേഹം കലാമണ്ഡലത്തിനോട് പറഞ്ഞിരുന്നു, ഇനിയെങ്കിലും ആൺകുട്ടികൾക്ക് ഭരതനാട്യം പഠിക്കാൻ ഒരു കോഴ്സ് വയ്ക്കണമെന്ന്. അതിനെ തുടർന്നാണ് കഴിഞ്ഞ വർഷം കലാമണ്ഡലം അങ്ങനെയൊരു കോഴ്സ് വെച്ചത്. കഴിഞ്ഞ വർഷം വിദ്യാർത്ഥികൾ ആരും എത്തിയിരുന്നില്ല. ഈ വർഷമാണ് ആദ്യമായി 6 മാസത്തെ ഭരതനാട്യം കോഴ്സ് പഠിക്കാനായി കലാമണ്ഡലത്തിൽ പിറവം മാമലശ്ശേരി വീട്ടിൽ എൽദോന്റെയും മാധവ ഹണിയുടെയും മകനായ ഡാനിയൽ എൽദോ എത്തിയത്. 6 മാസത്തെ കോഴ്സിലാണ് ചേർന്നിരിക്കുന്നത്. ഇവർ വർഷങ്ങളായി ഓസ്ട്രേലിയയിൽ താമസിച്ചു വരുന്നു. കാലടി സർവകലാശാലയിൽ അധ്യാപകനും കലാമണ്ഡലത്തിൽ 10 വർഷം MA ഭരതനാട്യം മോഹിനിയാട്ടം പൂർത്തിയാക്കി ജനുവരി 10-ാം തീയതിയാണ് രാമകൃഷ്ണൻ കലാമണ്ഡലം നൃത്ത അധ്യാപകനായി ചാർജ് എടുത്തത്. പ്രശസ്ത സിനിമാ നടൻ കലാഭവൻ മണിയുടെ അനുജനാണ് ഇദ്ദേഹം. വളരെയധികം സന്തോഷമാണ്. കാരണം കലാമണ്ഡലത്തിലെ അധികാരികൾ ഇതിനെ അധികം സ്വാഗതം ചെയ്യുന്നുണ്ട്. വളരെ നിറഞ്ഞ മനസ്സോടെ കലാമണ്ഡലം ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആവണം, ഇവിടെ ഒരു എന്താ പറയുക, വർഗവിവേചനമോ ലിംഗവിവേചനമോ പാടില്ല. അത് ഇനിയൊരു വള്ളത്തോളിൻ്റെ വലിയൊരു സങ്കല്പം തന്നെ യാഥാർത്ഥ്യമാക്കാനുള്ള പരിശ്രമത്തിലാണ് ഇവിടുത്തെ VC-യും രജിസ്ട്രാറും മറ്റു ഭരണവിഭാഗങ്ങളും അധ്യാപകരും എല്ലാം തന്നെ. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നിങ്ങൾ പറഞ്ഞതുപോലെ വിവാദങ്ങൾ ഉണ്ടായതിനു ശേഷമാണ് ഇതൊരു സാംസ്കാരിക ലോകം ശ്രദ്ധിക്കുന്നത് തന്നെ. അപ്പോൾ അത്തരത്തിലുള്ള ശ്രദ്ധ നേടിക്കൊണ്ട് ഇവിടെ ഇതിനൊരു മാറ്റം വരുത്താനായിട്ട് കഴിഞ്ഞത് ഇവിടുത്തെ ഭരണവിഭാഗത്തിൻ്റെയും കൂടെ അവർക്ക് അഭിനന്ദനം കൊടുക്കുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ ആൺകുട്ടികൾ ഇനിയും കോഴ്സുകളിലേക്ക്, ഇനിയിപ്പോൾ MA കോഴ്സുകളൊക്കെ ആരംഭിക്കാനിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇതുപോലെ ഇനിയും ആൺകുട്ടികൾ ധാരാളമായിട്ട് ഇവിടേക്ക് വന്നെത്തേണ്ടതുണ്ട്. അതിനായിട്ട് ശരിക്കും കലാമണ്ഡലത്തിൻ്റെ പുതുവാതായനങ്ങൾ തുറന്നിട്ടിരിക്കുക തന്നെയാണ്. ഏവർക്കും സ്വാഗതം. വളരെയധികം സന്തോഷമാണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ വിജയിച്ചു എന്നാണോ അതിന് പറയാനുള്ളത്? തീർച്ചയായിട്ടും നമ്മൾ വിജയിക്കുക മാത്രമല്ല, കാരണം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്. കേരള കലാമണ്ഡലം എന്നത് ഒരു വിദൂര സ്വപ്നമായി മാറി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, പ്രത്യേകിച്ച് ആൺകുട്ടികൾ. കാരണം പെൺകുട്ടികളെ പോലെ തന്നെ നല്ലൊരു കരിയർ നൃത്ത പഠനം അല്ലെങ്കിൽ നൃത്ത അധ്യാപകരായിട്ട് മാറാനുള്ളവരാണ്. അപ്പോൾ കലാമണ്ഡലത്തിൻ്റെ ശൈലി പഠിച്ചെടുക്കാനായിട്ട് ഒരു വാതായനം തുറക്കപ്പെടുക എന്നുള്ളത് പുരുഷ നർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം തരുന്നൊരു കാര്യമാണ്. ന്യൂസ് ഡെസ്ക് CCV.